ക്രൂശിതനിലാണ് നമ്മുടെ ധ്യാനം ഇന്ന് ആരംഭിക്കുക. ഈ കുരിശിനെ ഇന്ന് നമ്മൾ കാണുന്നത് എന്തിൻ്റെ അടയാളമായിട്ടാണ്? ഒന്ന് പറയാമോ? രക്ഷയുടെ അടയാളം, വിജയത്തിൻ്റെ അടയാളം, നമ്മുടെ സൗഖ്യത്തിൻ്റെ അടയാളം, സംരക്ഷണത്തിൻ്റെ അടയാളം. തിരുവചനത്തിൻ്റെ ആരംഭത്തിലേക്ക്, പഴയ നിയമ പുസ്തകത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരു വചനം കാണാം. മരത്തില് തൂങ്ങി മരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നത്തെ ക്രൂശിതന്റെ ഒരു ധ്യാനം, ക്രൂശിതനെ ധ്യാനിക്കുമ്പോൾ അച്ഛൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന ആദ്യത്തെ കാര്യം, തിരുവചനം പോലും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മരത്തില് തൂങ്ങി കിടന്ന് മരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും തിരുവചനത്തിലേക്ക് കടന്നു ചെല്ലും. അവിടെ തിരുവചനത്തിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണ്. അങ്ങനെയുള്ള സത്യമായിരുന്ന സമയത്ത് പോലും ആ ശാപത്തെ രക്ഷയുടെ, സൗഖ്യത്തിന്റെ, വിശുദ്ധിയുടെ അടയാളമാക്കി മാറ്റുവാനായിട്ട് ദൈവത്തിന് സാധിച്ചു. ഈ ലോകം മുഴുവൻ ശപിക്കപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട്, എന്തിന്? ക്രിസ്തുവിന്റെ ക്രൂശുമരണം എങ്ങനെയാ? നമ്മൾ ടി വിയിലൊക്കെ കാണുന്നത് പോലെ സന്തോഷകരമായിട്ടുള്ള ഒരു മരണമാണോ? അല്ല. അല്പമെങ്കിലുമൊക്കെ വന്നിരിക്കുന്നത് പാഷൻ ഓഫ് ദ ക്രൈസ്റ്റിലാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ക്രിസ്തുവിനെ കെട്ടിയിട്ട് മർദ്ദിക്കുന്ന രംഗത്തെ പറ്റി വിവരിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യനെന്ന് തോന്നുവാൻ പറ്റാത്ത അത്രയും മാറിപ്പോയ ഒരുത്തൻ. അടികൊണ്ട് അങ്ങനെയുള്ള രൂപങ്ങള് പള്ളിയിൽ വെക്കാനായിട്ട് സാധിക്കില്ല. അത്രത്തോളം ഭീകരമാണ്. നമ്മുടെ കയ്യിലോ കാലിലോ ഒക്കെ മുറിവുണ്ടായി കഴിഞ്ഞാൽ കിണർത്ത് കിടക്കും, പൊള്ളച്ച് കിടക്കും, ഇല്ലേ? ശരീരം മുഴുവൻ ചാട്ടവാർ അടികൊണ്ട ഒരു മനുഷ്യന്റെ ശരീരം എങ്ങനെയാണ്? ചില സമയത്ത് അപ്പന്മാര് കുഞ്ഞുങ്ങളെ തല്ലും, കൈകൊണ്ട് തല്ലും, വടി കൊണ്ട് തല്ലും. തിണർത്ത പാട് കാണുമ്പോൾ അപ്പന് പിന്നീട് ചങ്കിന്റെ ഉള്ളില് ഒരു കുത്തല് അനുഭവപ്പെടും. ക്രിസ്തുവിലോ? ക്രിസ്തുവിൻ്റെതോ കറുത്ത് കരുവാളിച്ച് എന്ന് പറയുകയാണെങ്കിൽ അടികൊണ്ട് മേല് മുഴുവൻ വ്രണമായി വേർപ്പിലും പൊടിയിലുമൊക്കെ ചോര കൂടി വരുന്ന, സങ്കല്പിക്കാൻ തന്നെ അവനൊരു മനുഷ്യനാണെന്ന് പോലും സങ്കല്പിക്കാൻ പറ്റാത്ത അത്ര ഒരു രീതിയിൽ രൂപമാറ്റം വന്ന ശരീരത്തിന് ഉടമയാണ് നമുക്ക് വേണ്ടി ക്രൂശില് കിടന്ന് പിടഞ്ഞു മരിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഇവിടെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ശാപത്തിന്റെ അടയാളത്തെ, ഇത്രയും നാള് പേടിച്ച അടയാളത്തെ ദൈവം അതേ അടയാളത്തെ തന്നെ രക്ഷയുടെ അടയാളമാക്കി മാറ്റുന്നു, വിശുദ്ധിയുടെ അടയാളമാക്കി മാറ്റുന്നു, സൗഖ്യത്തിന്റെ അടയാളമാക്കി മാറ്റുന്നു. അത് എങ്ങനെ സാധിക്കുന്നു? ഉത്തരം നിസാരം. എനിക്കും നിങ്ങൾക്കും ഇന്ന് വിശുദ്ധ പൗലോസിനെ അറിയാം. അതിനു മുമ്പ് ഒരാളുണ്ടായിരുന്നു, സാവൂൾ. ആലോചിച്ചാൽ മതി, എങ്ങനെയാ സാവൂള് പൗലോസായത്? ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനായിട്ട് അധികാരം ലഭിച്ചത് എന്തിന്? ആദ്യത്തെ രക്തസാക്ഷിയായ സ്റ്റെഫാനോസിനെ കല്ലെറിയുന്ന സമയത്ത് ഈ സാവൂളിന്റെ കാൽക്കലല്ലേ വസ്ത്രങ്ങൾ ഊരി വെച്ചത്? സാവൂളിന്റെ സമ്മതത്തോട് കൂടിയിട്ടല്ലേ അവര് സ്റ്റീഫനെ കല്ലെറിഞ്ഞ് കൊന്നത്? അപ്പോൾ അതുകൊണ്ട് ക്രൂശിത രൂപം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്ന ആദ്യത്തെ പാഠം ഇതാണ്. ശാപത്തിന്റെ അടയാളത്തെ രക്ഷയുടെ അടയാളമാക്കി മാറ്റുവാൻ, ശാപത്തിന്റെ ആ ഒരു മരത്തെ വിശുദ്ധിയുടെ അടയാളമാക്കി മാറ്റുവാൻ ദൈവം ഒന്ന് പ്രവർത്തിച്ചാൽ മതി.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതോട് ചേർത്ത് വായിക്കേണ്ട ഒരു തിരുവചനമുണ്ട്. 99 നീതിമാന്മാരെക്കാൾ കൂടുതൽ ദൈവം സ്വർഗം സന്തോഷിക്കുക ഒരു പാപി മാനസാന്തരപ്പെടുമ്പോഴാണ്. ഇതാണ് ദൈവത്തിന്റെ കാരുണ്യം. ഈ ലോകം മുഴുവൻ എന്നെയും നിങ്ങളെയും ശപിക്കപ്പെട്ടവനെന്ന് വിളിച്ചോട്ടെ, ഈ ലോകത്തിലുള്ള സകല പ്രതീക്ഷകളും അസ്തമിച്ചോട്ടെ, പക്ഷെ ദൈവം വിചാരിക്കുകയാണെങ്കിൽ അതേ ശാപത്തെ തന്നെ, അതേ പരാജയത്തെ തന്നെ മറ്റുള്ളവരുടെ മുൻപിൽ എടുത്തുയർത്താൻ പറ്റുന്ന വിശുദ്ധിയുടെ വിജയത്തിന്റെ അടയാളമാക്കി മാറ്റുമെന്ന് ക്രൂശിത രൂപം പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും ഈ ക്രൂശിതം ഈ ഒരു കുരിശിൽപ്പെട്ട് മരിക്കുന്നവരെ നോക്കിക്കൊണ്ട് ജനങ്ങളെ വിളിച്ചിരുന്ന ഒരു പേരുണ്ട്, ശപിക്കപ്പെട്ടവൻ. ക്രിസ്തുവിനെ എവിടെയാണ് കുരിശുമേൽ തറച്ചത്? നാട്ടുകാർ കാണണം. ഗോൽഗോൽത്ത മലയുടെ മുകളിലാണ് ക്രിസ്തുവിനെ കുരിശിന്മേൽ തറച്ചത്. എന്തുകൊണ്ട്? ഇത്രയും ശപിക്കപ്പെട്ട, ഇത്രയും ഭീകരമായിട്ടുള്ള മരണം കണ്ടുകൊണ്ട് ചുറ്റുമുള്ള ആൾക്കാർക്ക് പേടി വേണം. കാരണം എന്താണ്? റോമ സാമ്രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ, അവരുടെ നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇതേപോലെ ക്രൂരമായിട്ടുള്ള, പൈശാചികമായിട്ടുള്ള ഒരു മരണം ഉറപ്പാണ് എന്നുള്ളൊരു കാര്യം മാത്രമല്ല, കുരിശിന്റെ മുകളില് അവര് ചെയ്ത തെറ്റും കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. അന്നത്തെ പ്രധാന ഭാഷകളില്, 3 ഭാഷകളില് എഴുതി വെച്ചിട്ടുണ്ട്. ക്രിസ്തുവിന്റെ കുരിശിന്റെ മുകളില് എന്താ എഴുതി വെച്ചത്? അയ്യനാറായി എന്ന് ചില ആൾക്കാർ പറയും. അയ്യനാറായി എന്നാണ് എഴുതി വെച്ചത്. എന്താ എഴുതി വെച്ചത്? ഈസൂസ് നസ്രൈനൂസ് റെക്സൂസ് ഗ്രാൻഡൂർ എന്നാണ് എഴുതി വെച്ചിരുന്നത്. അത് ലത്തീനിന്റെ ഭാഷയിൽ പറയുന്ന സമയത്ത് അയ്യനാറായി. ഈശോ നസ്രയനായ ഈശോ യഹൂദരുടെ രാജാവ്. ബാക്കിയുള്ളവർക്ക് കുറ്റപത്രം എഴുതി അവിടെ അടിച്ചു കഴിഞ്ഞപ്പോൾ ഈശോയ്ക്ക് വെച്ചത് എന്താണ്? യഹൂദരുടെ രാജാവായ നസ്രയനായ ഈശോ. ആൾക്കാർ കാണാൻ വേണ്ടിയല്ലേ അങ്ങനെ എഴുതി വെച്ചത്, അല്ലേ? ശപിക്കപ്പെട്ടവനായിട്ടല്ലേ കർത്താവ് മരിച്ചത്? ശപിക്കപ്പെട്ടവനായിട്ടല്ലേ മരിച്ചത്? സ്വന്തം അമ്മയുടെ കൺമുൻപിൽ വെച്ചുകൊണ്ട് ഉടുതുണി ഉരിഞ്ഞെടുക്കപ്പെട്ട ഒരു മനുഷ്യൻ. കുരിശിന്റെ വഴിയില് നമ്മള് സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമില്ലേ? കണ്ടുമുട്ടുന്ന 2 കണ്ണുകൾ, വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ. ഈശോയും മാതാവും പരസ്പരം കാണുന്നു. ഏത് സിറ്റുവേഷനിലാണ് കാണുന്നത്? നാട്ടുകാരെ ശപിക്കുന്ന സമയത്ത്, പിള്ളേര് കൂകി വിളിക്കുന്ന സമയത്ത്. ശപിക്കപ്പെട്ട മരണം. ഒരമ്മയുടെ മുൻപിൽ വെച്ച് സ്വന്തം മകനെ പട്ടിയെ പോലെ അന്നത്തെ കാലഘട്ടത്തില് കിട്ടാവുന്നതിന്റെ പരമാവധി ശിക്ഷ, കിട്ടാവുന്നതിന്റെ പരമാവധി പീഡനം സഹിച്ച് മരിക്കുന്ന ഒരവസ്ഥ. തീർന്നില്ല. കുരിശിന്റെ താഴെ വെച്ചുള്ള പീഡനമൊന്നുമല്ല പീഡനം. കുരിശില് കയറ്റി ആണി അടിക്കുന്ന സമയത്ത് ഒരിറ്റ് ശ്വാസത്തിനു വേണ്ടി ആണിയടിച്ച കാൽപാദങ്ങളിൽ ഊന്നി ഒന്ന് നിവരുന്ന രംഗമുണ്ട്. ഒരിറ്റ് ശ്വാസത്തിനു വേണ്ടി ചങ്കില് രക്തവും ജലവും ഒക്കെ നിറയുന്ന സമയത്ത്, ഒരിറ്റ് ശ്വാസത്തിനു വേണ്ടി ജീവൻ നിലനിർത്താനായിട്ട് പെടയുന്ന ഒരു രംഗം. ഏത് അമ്മയ്ക്ക് കണ്ടു നിൽക്കാനായിട്ട് സാധിക്കുക? ശപിക്കപ്പെട്ട മരണം, പരാജയമെന്ന് ലോകം വിളിച്ചു പറഞ്ഞ ഒരു സമയം. ദേവാലയത്തിന്റെ ഭൂമി ഉൽക്കമുണ്ടായി, പാറകൾ ഇളകി, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. ദേവാലയത്തിന്റെ തിരശീല മുകളിൽ നിന്ന്
താഴെ വരെ രണ്ടായി കീറി. എന്താ പ്രത്യേകത? അതിവിശുദ്ധ സ്ഥലത്ത് യഹൂദന്മാരുടെ മഹാപുരോഹിതൻ പോലും വർഷത്തില് 1-2 പ്രാവശ്യം മാത്രമേ അതിവിശുദ്ധ സ്ഥലത്ത് കയറുകയുള്ളൂ. അവിടെയാണ് തിരശീല ഉണ്ടായിരിക്കുന്നത്. ആ തിരശീല താഴെ നിന്നാണെങ്കിൽ നമുക്ക് കീറാം, മുകളിൽ നിന്നാണെങ്കിലോ അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ശതാധിപൻ വിളിച്ചു പറഞ്ഞു. എങ്ങനെയാ വിളിച്ചു പറഞ്ഞത്? സത്യമായും ഇവൻ ദൈവത്തിന്റെ പുത്രനായിരുന്നു എന്ന്. ശപിക്കപ്പെട്ടവരുടെ ശാപവാക്കുകളുടെ നടുവിൽ ഒരു വിജാതീയനായിട്ടുള്ള ഒരു മനുഷ്യൻ വിളിച്ചു പറഞ്ഞതാണ് ആദ്യത്തെ സാക്ഷി. ഇവൻ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പുത്രനായിരുന്നു. രണ്ടാമത്തെ ചോദ്യം ആദ്യത്തെ ചിന്തയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ. മരത്തില് മരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന് തിരുവചനം പഠിപ്പിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ക്രിസ്തു കുരിശു മരണം തന്നെ ഏറ്റെടുത്തത്? എന്തുകൊണ്ടാ? അത് മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് കടന്നു വരണം. ഏതു വഴിയാ പാപം ഉണ്ടായത്? മരം വഴി. ദൈവം കൊടുത്ത ആദ്യത്തെ കൽപ്പന എന്താ? ഇവിടെയുള്ള എല്ലാ ഫലങ്ങളും നിങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ ഒരു വൃക്ഷത്തിന്റെ ഒഴികെ. മരം മൂലമാണ് പാപം ഈ ലോകത്തിലേക്ക് വന്നത്. ആദ്യത്തെ പ്രലോഭകന്റെ വാസസ്ഥലം എവിടെയായിരുന്നു? പാമ്പിന്റെ രൂപത്തിൽ പറയുന്നുണ്ടല്ലേ. മരത്തിലിരുന്നു കൊണ്ട് സ്ത്രീയെ പ്രലോഭിപ്പിക്കുന്നുണ്ട്. മരം വഴി അല്ലെങ്കിൽ മരത്തിന്റെ പ്രതീകങ്ങൾ വഴി പാപത്തിന്റെ സ്വാധീനത്തെ കാണിക്കുന്നുണ്ട് തിരുവചനം, അല്ലേ? അങ്ങനെ അത് ശപിക്കപ്പെട്ടതായിട്ട് തീർന്നു. ലോകത്തിന്റെ മുൻപില് തിരുവചനം വരെ സാക്ഷ്യപ്പെടുത്തി കെട്ടിത്തൂങ്ങിച്ചാകുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. വീണ്ടും പഴയ നിയമപുസ്തകത്തിലേക്ക് നോക്കുന്ന സമയത്ത് മരത്തിൽ കൊമ്പടങ്ങി കിടക്കുന്ന ദാവീദിന്റെ പുത്രൻ അബ്സലോം എന്താ സംഭവിക്കുന്നത്? ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെടുന്നു, ശപിക്കപ്പെട്ട മനുഷ്യനായിട്ട് മാറുന്നു. കഴുതയുടെ പുറത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് അവന്റെ സ്വർണ്ണമുടി മരക്കൊമ്പുകൾക്കിടയിൽ കുടുങ്ങി ആകാശത്തിനും ഭൂമിക്കും മധ്യേ കിടന്ന് പിടഞ്ഞു മരിക്കുന്ന ഒരവസ്ഥ. യൂദാസ് കെട്ടിത്തൂങ്ങിച്ചത്ത് അവിടുന്ന് പൊട്ടി വീണ ഉദരം പൊട്ടി മരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ കിടക്കുന്ന ഒരവസ്ഥ. ശപിക്കപ്പെട്ടവരാണ് മരണത്തില്, ഈ കുരിശില് മരിക്കുന്നവര്. ഈ ലോകം ശാപമാണെന്ന് എഴുതി തള്ളി, ഈ ലോകം തന്നെ എന്തിന് തിരുവചനം തന്നെ സാക്ഷ്യപ്പെടുത്തിയ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റാനായിട്ട് കർത്താവിന് സാധിച്ചു. അതുകൊണ്ട് തിരുവചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ രോഗങ്ങളാണ് അവൻ വഹിച്ചത്, നമ്മുടെ ശാപങ്ങളാണ് അവൻ ചുമന്നത്. അവന്റെ മുറിവിനാല് നമ്മള് സൗഖ്യമുള്ളവരായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലെ നഷ്ടങ്ങൾ, തീരാവേദനകൾ ദൈവത്തിന് അനുഗ്രഹമാക്കി മാറ്റുവാനായിട്ട്, ദൈവത്തിന് സൗഖ്യമാക്കി മാറ്റുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് സാവൂളിനെ പൗലോസാക്കി മാറ്റുവാനായിട്ട് കർത്താവിന് സാധിച്ചത്. ക്രിസ്ത്യാനികളെ ഒന്നടങ്കം കൊല്ലണമെന്നും ക്രിസ്തുവിന്റെ അനുയായികളെ കഠിനമായിട്ടും പീഡിപ്പിക്കാനായിട്ട് ഇറങ്ങിത്തിരിഞ്ഞ ഒരു മനുഷ്യൻ പിന്നീട് ജീവിതത്തിലെ ഒരു യൂ ടേൺ എടുക്കുകയാണ്. എന്തിനെ നശിപ്പിക്കാനാണോ അവൻ ശ്രമിച്ചത്, അതിലേക്ക് തന്നെ അവൻ തിരിഞ്ഞു വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അച്ഛന്റെ ജീവിതകഥ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. 24-ാമത്തെ വയസ്സിൽ സ്ട്രോക്ക് വന്നതാണ് അച്ഛൻ. 2 പ്രാവശ്യം. ഒരു പ്രാവശ്യം സ്പൈനിൽ നിന്നും സ്പൈനലിന്റെ ഡിസ്ക് തെന്നിവിട്ടാണ്. സെർവിക്കൽ ഡിസ്കിന്റെ ഇത് തെന്നിപ്പോയിട്ട് വലതുഭാഗം തളർന്നു പോയി.
പിന്നീട് സർജറിയൊക്കെ ചെയ്തു. 8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സർജറി. ഇടുപ്പെല്ലാം വെട്ടിയെടുത്ത് ഈ നട്ടലിൻ്റെ ഇവിടെ പിടിപ്പിച്ചിട്ട് സർജറി ചെയ്തു. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ, 1 മാസമല്ല 2 മാസം കഴിഞ്ഞപ്പോൾ, 2012 ഓഗസ്റ്റ് 31 സർജറി. 2012 ഒക്ടോബർ മാസമായി കഴിഞ്ഞപ്പോഴത്തേക്കും തലച്ചോറിൽ ഒരു 5 സെക്കൻഡ് നേരമായിരിക്കും രക്തമൊന്ന് കട്ട പിടിച്ചത്. ശരീരത്തിന്റെ ഇടതുഭാഗവും തളർന്നു പോയി. എൻ്റെ ജീവിതത്തിലെ ശാപം, എൻ്റെ ജീവിതത്തിലെ ബന്ധനങ്ങൾ, എൻ്റെ ജീവിതത്തിലെ തകർന്നടിഞ്ഞ സമയം, ഇന്ന് ആ വീഴ്ചയിലേക്ക് നോക്കുമ്പോൾ കരങ്ങൾ ഉയർത്തി ഞാൻ പറയും, ഈശോയെ നന്ദി. ചേർത്ത് പിടിച്ചതിന്, തളർന്നു പോയ അനുഭവങ്ങൾ എനിക്ക് നൽകിയതിന്. എന്തുകൊണ്ട്? അതുകൊണ്ട് രോഗി ശുശ്രൂഷയിൽ ഞാൻ ഏർപ്പെടുമ്പോൾ അവരുടെ വേദന എനിക്ക് മനസ്സിലാകും. ഓർമ്മയില്ലാതെ കഷ്ടപ്പെടുന്ന ആൾക്കാരെ കാണുമ്പോൾ അതേപോലെയാണല്ലോ ഞാനും എന്നുള്ള ചിന്ത എനിക്ക് വരും. നടക്കുന്ന സമയത്ത്, കാലുകൾ വേച്ചു പോകുന്ന സമയത്ത്, കയ്യിലും കാലിലും തീക്കട്ട വെച്ച പോലെയുള്ള അനുഭവങ്ങൾ മറ്റുള്ളവർ പറയുമ്പോൾ അറിവിന്റെ തലത്തിലല്ല, അനുഭവത്തിന്റെ തലത്തിൽ അവരുമായി സംവേദിക്കുവാൻ എനിക്ക് സാധിക്കുന്നു. തളർന്നു കിടക്കുന്ന രോഗികളുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ വേദന മറ്റാരെയേക്കാൾ കൂടുതൽ മനസ്സിലാക്കുവാനും അവരോട് സംസാരിക്കുവാനും അവരുടെ അടുത്ത് സമയം ചെലവഴിക്കുമ്പോൾ പരസ്പരം ആശ്വാസമാകുവാനായിട്ടും സാധിക്കുന്നു. എങ്ങനെ? 24-ാമത്തെ വയസ്സിൽ എനിക്ക് സംഭവിച്ച ഈ ഒരു കാര്യം കൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ അന്ന് വിധി എഴുതിയിട്ടുണ്ട്. 24-ാമത്തെ വയസ്സിൽ എൻ്റെ ഡോക്ടർമാര്, എന്നെ ചികിത്സിക്കുന്ന ഡോക്ടർമാര്, എന്നെ ചികിത്സിക്കുന്ന വൈദ്യശാസ്ത്രം വിധി എഴുതിയതാണ്, ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ചികിത്സിച്ച ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ട്, ഫിസിയോതെറാപ്പിക്ക് പോലും പോകണ്ട, പൈസ പോകും, അത്രത്തോളം ഹോപ്പില്ലായിരുന്നു. ലോകം എഴുതി തള്ളിയ, ഇനി ഒരിക്കലും തിരിച്ചു വരവില്ല എന്ന് എഴുതി തള്ളിയ ഒരു മനുഷ്യൻ വർഷങ്ങൾക്ക് ഇപ്പുറം നിങ്ങളുടെ മുൻപിൽ 2 കാലിൽ നിൽക്കുമ്പോൾ ഇതോടുകൂടെ ഞാനും പറയും, ശാപത്തിന്റെ അടയാളത്തെ രക്ഷയുടെ അടയാളമാക്കി മാറ്റുവാൻ ദൈവത്തിന് സാധിക്കില്ലേ? സാധിക്കും. ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളൊക്കെ സാക്ഷ്യം കേട്ടിട്ടുണ്ട്, പല ആൾക്കാരുടെ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. എന്താ അവർ പറയുന്നത്? അവരുടെ ജീവിതത്തിലെ തകർച്ചയെ കർത്താവ് അതേ തകർച്ചയിൽ നിന്ന് എടുത്തുയർത്തിയതാണ്. അതേ തകർച്ചയിൽ നിന്ന് എടുത്ത് ഉയർത്തിയതാണ് കർത്താവ്. അവരുടെ ജീവിതത്തിലെ ശാപം അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. പക്ഷെ ഒറ്റ വ്യത്യാസം, ആദ്യം ശാപമായിരുന്നെങ്കിൽ ഇന്നത് രക്ഷയുടെ അടയാളമാണ്. ആദ്യമൊക്കെ നാണക്കേടായിരുന്നു, ആദ്യമൊക്കെ ഉള്ളില് വേദനയായിരുന്നു, തളർന്നുപോയി. ഇന്ന് നോക്കുമ്പോൾ വേദനയുണ്ട്, ഉള്ളിൽ വിഷമമുണ്ട്, പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇല്ലായ്മയിലല്ലേ കർത്താവ് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത്, വല്ലായ്മയിലല്ലേ കർത്താവ് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത്. കർത്താവിന്റെ ചേർത്ത് പിടിക്കലിന് ഒരു സുഖമുണ്ട്. കർത്താവ് കൊണ്ടു നടന്നില്ലെങ്കിൽ നിങ്ങളോട് വചനം പ്രഘോഷിക്കുവാനായിട്ട് ഞാനിന്നുണ്ടാകുമായിരുന്നു? ഇല്ല. അതുകൊണ്ട് ക്രൂശിതനെ പറ്റി ധ്യാനിക്കുമ്പോൾ ആദ്യത്തെ ചിന്ത, പ്രിയപ്പെട്ട മകനെ, മകളെ, നിന്റെ ജീവിതത്തില് ശാപങ്ങളുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തില് ദുഃഖങ്ങളുണ്ടെങ്കിൽ, ക്രിസ്തു നിന്നെ നോക്കി പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. മകനെ, എന്നെ നോക്കാൻ. പ്രിയപ്പെട്ട മകളെ, നീ എന്നെ നോക്കാൻ. ലോകത്തിന്റെ ശാപമല്ലേ ഞാൻ? ലോകം മുഴുവനും എന്നെ ശപിച്ചില്ലേ? എന്തെങ്കിലും കുറ്റം ഞാൻ ചെയ്തിരുന്നു? നിങ്ങളെപ്പോലെ ഞാനും പരിപൂർണനായ മനുഷ്യനല്ലേ, പാപമൊഴിച്ചു. എന്നിട്ടും നിനക്ക് വേണ്ടി ഞാൻ സഹിച്ചില്ല. നീ എന്നെ നോക്കി, എന്താ ഞാൻ ചെയ്തത്? നീ ഏതു വഴിയാണോ മനുഷ്യവംശം അധം പതിച്ചത്, അതേ വഴി തന്നെയല്ലേ ഞാൻ നിന്നെ രക്ഷിച്ചത്.
പാപത്തിന്റെ പ്രലോഭനം മരം വഴി വന്നിട്ടുണ്ടെങ്കിൽ അതേ മരം വഴിയല്ലേ ഇന്ന് രക്ഷയിലേക്ക് ഞാൻ നയിക്കുന്നത്. പത്രോസ് മറ്റുള്ളവര് നീ ഒരു പ്രവാചകനാണ്, യോഹന്നാനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പത്രോസ് പറയുന്നുണ്ട് നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണെന്ന്. ക്രിസ്തു പത്രോസിനെ അപ്പോൾ വിളിക്കുന്ന പേര് എന്താണ്? പാറ. പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാകും, മെഴുകുപോലെ ഉരുകി ഒലിക്കുന്ന പാറ. മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളി സ്ഥാപിക്കുമെന്ന് പറഞ്ഞ ക്രിസ്തുവിനെ എത്ര പ്രാവശ്യം പത്രോസ് തള്ളി പറഞ്ഞു? 3. ഉദ്ധാനത്തിന് ശേഷം 3 പ്രാവശ്യം തള്ളി പറഞ്ഞ പത്രോസിന്റെ അടുത്ത് ക്രിസ്തു പറയുന്നുണ്ട്, എന്താ 3 പ്രാവശ്യം? നീ ഒന്ന് ഏറ്റു പറഞ്ഞേ, എവിടെയാണോ നീ വീണുപോയത് അതേ വഴി ഒന്ന് തിരിച്ചു കയറി വന്നേ. ആദ്യം പത്രോസിനോട് ചോദിക്കും, നീ എന്നെ സ്നേഹിക്കുന്നുവോ? നെഞ്ചു വിരിച്ചുകൊണ്ട് പത്രോസ് പറയും, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞിട്ട് അതേ ചോദ്യം തന്നെ പത്രോസിനോട്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പറയും, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. 3ാമതും ചോദിക്കും, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവിടെയാണ് പാറ മെഴുകുപോലെ ഉരുകുന്നത്. പത്രോസിന് കിട്ടുന്ന ഒരു ബോധ്യമുണ്ട്, ഞാനല്ല. അപ്പോ പത്രോസ് കണ്ണീരോടെ കർത്താവിനെ നോക്കിയിട്ട് പറയും, ഈശോയെ, നിനക്ക് അറിയാലോ, നീ എന്നെ പാറ എന്ന് വിളിക്കുമ്പോഴും ഈ പാറമേ എന്റെ സഭ ഞാൻ സ്ഥാപിക്കുന്നു എന്ന് പറയുമ്പോഴും ഈശോയെ, നീ കൃത്യമായി മനസ്സിലാക്കുന്നുവല്ലോ, മെഴുകുപോലെ ഉരുകുന്ന പാറയല്ലേ ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്തു പഠിപ്പിക്കുന്ന പാഠം, നിന്റെ ജീവിതത്തിലെ ശാപങ്ങളെ ഞാൻ അനുഗ്രഹമാക്കി മാറ്റും. ഇവിടെ ചിന്തിക്കേണ്ട മറ്റൊരു കഥാപാത്രമുണ്ട്. പഴയ നിയമത്തിലെ അബ്രഹാം എന്ന് വിളിക്കുന്ന നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവ്. എങ്ങനെയാ അബ്രഹാം അനുഗ്രഹമായി മാറിയത്? എല്ലാവരും പറയാറുണ്ട്, അബ്രഹാം വിശ്വാസത്തിന്റെ പിതാവാണ്, അനുഗ്രഹത്തിന്റെ പിതാവാണെന്ന്. എന്താണ് ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഗ്രഹം? ചെറുപ്രായത്തില് ദൈവം സ്വന്തം നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും മറ്റൊരു ദേശത്തേക്ക്, മറ്റൊരു പ്രദേശത്തേക്ക്, ഭാഷ പോലും അറിയാൻ പാടില്ലാത്ത ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. എന്താ പറഞ്ഞിട്ടാ കൊണ്ടുപോയേ? നിന്റെ സന്തതികളെ മണൽത്തരി പോലെ ഞാൻ ആക്കുമെന്ന്. 99 വയസ്സായ അബ്രഹാം, സാറയ്ക്ക് 90 വയസ്സിന് മുകളിലും. പേരിന് പോലും ഒരു കുഞ്ഞില്ല. ദൈവദൂതന്മാര് വരുന്നുണ്ട്, 2 പേര്. അബ്രഹാം അവരെ സ്വീകരിച്ചിരുത്തി അവർക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവര് പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ അടുത്ത വർഷം വരുമ്പോൾ നിനക്ക് ഒരു കുഞ്ഞുണ്ടായിരിക്കും. അടുക്കളയിൽ നിന്നുകൊണ്ട് ഒരു വ്യക്തി ഇത് കേട്ടിട്ട് ചിരിക്കുന്നുണ്ട്. കാരണം എന്താ? 99 വയസ്സായിട്ടുള്ള ഒരാളും 90 വയസ്സിന് മേളിലുള്ള ഞാൻ. തിരുവചനം പറയുന്നത് ഗർഭപാത്രം പറ്റിയ ഒരാൾ. നീ അനുഗ്രഹമാണ് എന്ന് അബ്രാഹത്തിന്റെ അടുത്ത് പറഞ്ഞത് എപ്പോഴാ? ചോരത്തിളപ്പുള്ള വയസ്സിൽ, പകച്ചു നിൽക്കുന്ന, കത്തി നിൽക്കുന്ന പ്രായത്തില്. 99 വയസ്സായി.
ഒരു കുഞ്ഞിനെ പോലും കൊടുത്തില്ല. എന്നിട്ടും എന്താ സംഭവിച്ചത്? അത് കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം പോലെ തന്നെ കുഞ്ഞുണ്ടായി. പരീക്ഷണങ്ങൾ നിന്നോ? ഇല്ല. കുഞ്ഞു വളർന്ന് വലുതായപ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു അബ്രഹാം. ഒരുപാട് പ്രതീക്ഷകളിലൂടെ കടന്നുപോയി. അവിടെ ഇടുത്തി പോലെ ദൈവത്തിന്റെ മറ്റൊരു കൽപ്പന, ഈ കുഞ്ഞിനെ ബലിയർപ്പിക്കാനായിട്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാലങ്ങൾക്കിപ്പുറം ഞാനും നിങ്ങളും അബ്രാഹത്തെ വിളിക്കും നമ്മുടെ പിതാവെന്ന്. മണൽ തരി പോലെ അബ്രാഹത്തിന്റെ സന്തതികളാണ് ഞാനും നിങ്ങളും. നമ്മൾ വിളിക്കും അബ്രാഹത്തിന്റെ ദൈവമേ, ഇസഹാക്കിന്റെ ദൈവമേ, യാക്കോബിന്റെ ദൈവമേ, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ ദൈവമേ എന്ന്. എണ്ണിയാലൊടുങ്ങാത്ത സന്താന പരമ്പരയ്ക്ക് ഇന്ന് അബ്രാഹാം അവകാശിയാണ്. ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് എത്ര നാളുകളെടുത്തു. അബ്രാഹത്തിന്റെ മുറിവുകളല്ലേ നമ്മുടെ വിശ്വാസത്തിന്റെ അടയാളം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തേത്, ക്രൂശിത രൂപം പഠിപ്പിക്കുന്ന ഒരൊറ്റ കാര്യം, എൻ്റെ അടുത്ത് ഇരിക്കുക. എൻ്റെ അടുത്ത് ഇരിക്കുക. കാരണം എന്താ? ഒന്നും സംസാരിക്കാനില്ല ക്രിസ്തുവിന്. ക്രിസ്തു പഠിപ്പിക്കേണ്ട പാഠങ്ങൾ മുഴുവനും പരസ്യ ജീവിതത്തിന്റെ കാലത്ത് ക്രിസ്തു പഠിപ്പിച്ചു. അവസാനം അമ്മയെ സഭ ഏൽപ്പിക്കുന്നത് വരെ ഒറ്റ കാര്യം മാത്രമേ ക്രിസ്തു ചെയ്തുള്ളൂ. അമ്മയെ സഭയെ ഏൽപ്പിച്ചു, സഭയെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു. എങ്ങനെയാ പരിശുദ്ധ അമ്മ നിൽക്കുന്നത്? കുരിശിന്റെ ചുവട്ടില് നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നില്ല, പ്രാക്കില്ല, പരിഭവങ്ങളില്ല, തകർന്നു നിൽക്കുകയാണ്. വ്യാകുല മാതാവിന്റെ മടിയില് ഈശോനെ കിടത്തുന്ന സമയത്ത് പിയാത്ത നമുക്കറിയാം, ഏതോ ഒരാള് എഴുതി വെച്ചത് ഓർക്കുന്നുണ്ട്. കരഞ്ഞ് കരഞ്ഞ് കണ്ണീര് പറ്റിയ ഒരമ്മയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല എങ്കില് വ്യാകുല മാതാവിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കണം. സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ട ആൾക്കാരുടെ മുൻപില് പൂർണ്ണമായി നശിഞ്ഞു പോയ, ജീവൻ തന്നെ ഇങ്ങനെയുള്ള ശപിക്കപ്പെട്ട രീതിയിൽ പോയ ഒരു കുരിശിന്റെ താഴെ പരിശുദ്ധ അമ്മ നിൽക്കുക, പുത്രന്റെ കാലിൽ തൊട്ടുകൊണ്ടാണ്. അമ്മയും മകനും ഒന്നും സംസാരിക്കുന്നില്ല, ലോകത്തോട് ഒന്നും പറയുന്നുമില്ല. അതുകൊണ്ട് ഇന്ന് പല ഭാഗങ്ങളിലും പരിശുദ്ധ കന്യകാ മാതാവ് പ്രത്യക്ഷപ്പെടുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? കണ്ണീരോടുകൂടെയാണ് അമ്മ പ്രത്യക്ഷപ്പെടുക. കുറച്ചും കൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ രക്തക്കണ്ണീരോടുകൂടെയാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുക. ഒന്നും സംസാരിക്കാനായിട്ടില്ല, കാരണം സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ജീവിതം തകർന്നു പോകുന്ന സമയത്ത്, ഇനി മുന്നോട്ട് പോകാനായിട്ട് പറ്റാത്ത സമയത്ത് കടന്നു ചെന്ന് നിൽക്കേണ്ട ഒരു സ്ഥലമാണ് കുരിശിന്റെ ചുവട്. അതുകൊണ്ട് രണ്ടാമത്തെ പാഠം, കുരിശ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: കുരിശിന്റെ ചുവട്ടില് നിൽക്കണം ശാന്തമായിട്ട്. കാരണം കുരിശിൽ നോക്കിക്കൊണ്ട് നിന്റെ എന്ത് വേദനയാണ് നിനക്ക് പറയാനുള്ളത്? നീ അനുഭവിക്കുന്ന വേദനയുടെ 100 മടങ്ങ് 1000 മടങ്ങ്
പരിഹാസവും പുച്ഛവും ശാപവാക്കുകളും സ്വന്തം വീട്ടുകാരും നാട്ടുകാരും നോക്കി നിൽക്കെ ഉടുതുണി പോലും നഷ്ടപ്പെട്ടുകൊണ്ട് സ്വന്തം അമ്മയുടെ മുൻപില്, സ്വന്തം പെങ്ങന്മാരുടെ മുൻപില്, സ്വന്തം ശിഷ്യന്മാരുടെ മുൻപില് ശപിക്കപ്പെട്ട് മരിച്ചുപോയ ഒരു മനുഷ്യന്റെ മുൻപിൽ നിൽക്കുന്ന സമയത്ത് ആ മനുഷ്യനേക്കാൾ കൂടുതൽ എന്ത് വേദനയാ എനിക്കും നിങ്ങൾക്കും പറയാനുള്ളത്. ശാന്തമായിട്ട് നിൽക്കേണ്ട സ്ഥലമുണ്ടെങ്കിൽ അത് കുരിശിന്റെ ചുവട്ടിലാണ്. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പൂനെയിൽ പഠിക്കുന്ന സമയത്ത് കേട്ട ഒരു സാക്ഷ്യമാണ്, ഒരു ഹൈന്ദവ സഹോദരിയുടെ സാക്ഷ്യമാണ്. ഒരുപക്ഷെ ഞാൻ പറഞ്ഞു കാണുമെങ്കിലും ക്രൂശിതനെ പറ്റി പറയുമ്പോൾ ആ സാക്ഷ്യം വീണ്ടും പറയാതിരിക്കുവാനായിട്ട് അച്ഛന് സാധിക്കുന്നില്ല. ഒരു കത്തോലിക്ക ഹോസ്പിറ്റലാണ് ഇതിന്റെ അന്തരീക്ഷം. അവിടെ അഡ്മിറ്റാക്കപ്പെട്ട തൻ്റെ മകനു വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പരക്കം പായുന്ന ഒരു അമ്മ. ആദ്യമായിട്ടാണ് ഒരു കത്തോലിക്ക ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു കത്തോലിക്ക അന്തരീക്ഷത്തിൽ അവർ പ്രവേശിക്കുന്നത്. കുഞ്ഞിന് സീരിയസ് ആയിട്ടുള്ള അസുഖമുള്ളതുകൊണ്ട് എല്ലാ ഡോക്ടർമാരും ഒരൊറ്റ കാര്യം ഈ അമ്മയുടെ അടുത്ത് പറഞ്ഞു: ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് മുഴുവൻ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു, ബാക്കിയൊക്കെ ദൈവത്തിന്റെ കരങ്ങളിലാണ്. പ്രാർത്ഥിക്കുവാനായിട്ട് അമ്പലം നോക്കി നടക്കുന്ന ഒരു ഹൈന്ദവ സഹോദരി. ആരോ പറഞ്ഞു കൊടുത്തു അതിൻ്റെ അകത്ത് ഒരു പ്രാർത്ഥനാ മുറിയും. ഇവർ ആ മുറിയിലേക്ക് കയറുമ്പോൾ കാണുക ഒരു ക്രൂശിത രൂപവും മാതാവിൻ്റെ ഒരു രൂപവും. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം മാമോദീസ സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ ഏറ്റുപറയുമ്പോൾ അവര് ജനക്കൂട്ടത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്: ആദ്യമായി ഞാൻ ആ അമ്പലത്തിൽ കയറുമ്പോൾ, പള്ളി എന്നുള്ള കാര്യം അവർക്കന്ന് അറിഞ്ഞുകൂടും, ആദ്യമായിട്ട് ഞാൻ അമ്പലത്തിൽ കയറുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് ശക്തിയായിട്ടുള്ള ഒരു ദേവനെയാണ്, ആയുധങ്ങളൊക്കെ പിടിച്ചു നിൽക്കുന്ന ഒരു ദേവനെ, അല്ലെങ്കിൽ സിംഹത്തിന്റെ പുറത്തിരിക്കുന്ന ദേവിയെ. അവിടെ ഞാൻ കണ്ടത് എന്നെക്കാള് ദുഃഖം അനുഭവിക്കുന്ന ഒരു മനുഷ്യനെ, ഒരു ദേവനെ കെട്ടിത്തൂക്കിയിട്ടേക്കും. അതിൻ്റെ അടുത്ത് ഒരു ദേവി ഒരു കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. ഞാനാകെ തകർന്നു പോയി. എൻ്റെ വിഷമം പറയാനായിട്ട്, ദൈവത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കാനായിട്ട് അമ്പലത്തിലേക്ക് കടന്നു വന്ന എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് വിഷമിച്ച് പീഡകളെ സഹിച്ച് മുറിവിൽ നിന്ന് രക്തമൊക്കെ വാർന്നു പോകുന്ന ഒരു ദേവൻ. ഈ ദേവന്റെ അടുത്ത് ഞാൻ എങ്ങനെ എൻ്റെ വിഷമങ്ങൾ പറയും? അവരവിടെ ഇരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ളില് ഒരു ബോധ്യം കിട്ടി. ഒരുപക്ഷെ ഈ ദേവൻ ഇത്രയേറെ വിഷമങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വിഷമം ഈ ദേവന് മനസ്സിലാകും. ഹല്ലേലൂയ. അത് വലതുകരം ഉയർത്തി പറഞ്ഞേ: ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നീട് അവരൊന്നും കൂടെ കൂട്ടിച്ചേർത്തു. ഒരു കുഞ്ഞിനെ എടുത്തു പിടിക്കുന്ന അമ്മയുടെ അടുത്ത് പറയാനായിട്ട് എന്തിനാ വിഷമിക്കണേ? ഒരു അമ്മയാണെങ്കിൽ മക്കളുടെ വിഷമങ്ങൾ മനസ്സിലാകില്ലേ എന്ന്. പിന്നീട് വർഷങ്ങൾക്കിപ്പുറം ക്രിസ്തുവിനെ മറ്റുള്ളവരുടെ മുൻപിൽ പ്രഘോഷിക്കുമ്പോൾ ആ ഹൈന്ദവ സഹോദരി പറഞ്ഞത് ക്രിസ്തുവിനെ പറ്റി ഇങ്ങനെയാണ്: അവന്റെ പീഡകളാണ് എനിക്ക് സൗഖ്യമായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ജീവിതത്തിൽ പരാജയപ്പെടുമ്പോൾ ചെന്ന് നിൽക്കേണ്ട സ്ഥലം കുരിശിന്റെ ചുവടാണ്. കുരിശിന്റെ ചുവടാണ്. അതുകൊണ്ട് തന്നെ പൗലോസ് അപ്പോസ്തലൻ തന്റെ ലേഖനങ്ങളിൽ പറഞ്ഞു വെക്കുന്നുണ്ട്, നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. ദൈവത്തിന്റെ മുൻപിൽ ബലിയർപ്പിക്കാനായിട്ട് ഉള്ള ഒരു മഹാപുരോഹിതൻ. ആരാ? ക്രിസ്തുവിനെ പറ്റിയാണ്.
നമ്മുടെ വിഷമങ്ങൾ അറിയുന്ന, നമ്മുടെ വേദനകൾ അറിയുന്ന, നമ്മുടെ വേദനകൾക്ക് വേണ്ടി സ്വയം ബലിവസ്തുവായി തീരുന്ന ഒരു കർത്താവ്. ഇപ്പൊ രണ്ടാമത്തെ പാഠം കർത്താവ് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നീ എന്റെ മുമ്പിൽ വന്നൊന്ന് ഇരുന്നാൽ മതി. കുഞ്ഞെ, നീ എന്റെ മുൻപില് നീ ആർത്ത് അട്ടഹസിക്കണ്ട. നിന്റെ കണ്ണീര് ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഇതാ നിന്റെ പേര് എന്റെ ഉള്ളം കയ്യിൽ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. നഥാനിയേലിന് ഉണ്ടായ ഒരു അനുഭവം, ഇസ്രായേലിൽ നിന്ന് രക്ഷ വരുമോ എന്ന് ക്രിസ്തുവിന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്ന നഥാനിയേൽ തിരിച്ച് ക്രിസ്തു ചോദിക്കുന്നുണ്ട്: അത്തിമരത്തിന്റെ ചുവട്ടിൽ ഞാൻ നിന്നെ കണ്ടല്ലോ. ഇസ്രായേലിൽ നിന്ന് രക്ഷ വരുമോ എന്ന് ചോദിച്ചവൻ പിന്നെ ക്രിസ്തുവിനെ കാണുക ദൈവത്തിന്റെ പുത്രനായിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇടയ്ക്കെങ്കിലും കുരിശിത രൂപത്തെ എടുക്കുവാനും നെഞ്ചോട് ചേർത്ത് പിടിക്കാനും നമുക്ക് സാധിക്കണം.